ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LGS എക്സാമിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/2024. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? സോ ബേസിക്കലി നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്ലോത്ത് പീസ് ആണുള്ളത്. ആ ക്ലോത്ത് പീസിന്റെ ലെന്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ വെച്ചിട്ടാണ്. ഇതിന്റെ വില 100 രൂപ. അതായത് നമ്മളിപ്പം വില കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഏരിയ അടിസ്ഥാനമാക്കിയ. സോ ഇതിന്റെ ഏരിയ നോക്കിയാൽ എന്താണ്? 1 മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. കാരണം ഒരു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പൊ 1 മീറ്റർ സ്ക്വയർ. അപ്പൊ 1 മീറ്റർ സ്ക്വയറിന്റെ വില 1 മീറ്റർ സ്ക്വയറിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ആ തുണിയുടെ പകുതി നീളവും വീതിയും. സോ ഇതിനേക്കാൾ ചെറുതാണ് വരുന്നത്. പകുതി നീളവും വീതിയും. സോ നീളം എന്ന് പറയുന്നത് എന്താവും? 0.5 മീറ്റർ ആകും. നേരെ പകുതി. വീതി എന്ന് പറയുന്നത് 0.5 മീറ്റർ ആകും. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ എന്താവും? 0.5 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 0.25 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പുതിയ ഏരിയ എന്ന് പറയുന്നത് 0.25 മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 0.25 മീറ്റർ സ്ക്വയർ ഉള്ള തുണി പീസിന് വില എത്രയായിരിക്കും? ഇവിടെ നോക്കി, 1 മീറ്റർ സ്ക്വയർ ഏരിയയ്ക്ക് 100 രൂപ വില വരും. അങ്ങനെയാണെങ്കിൽ 0.25, 1 മീറ്ററിന്റെ 4/1 0.25. അപ്പൊ വിലയും 4/1 കുറയണം. 100ന്റെ 4 എന്ന് പറയുന്നത് 25 രൂപയായിരിക്കും ആ തുണി പീസിന്റെ വില എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ഡിവൈഡഡ് ബൈ 4 = 3 എന്ന സമവാക്യം ശരിയാവുക? അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആവുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കിത് ചെയ്യാനായിട്ട് ട്രയൽ ആൻഡ് എററിൽ ചെയ്ത് നോക്കുകയാണ് നമുക്കുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് വൺ 5 + 3 × 8 - 12 ഡിവൈഡഡ് ബൈ 4 = 3. അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്ലസും മൈനസും ചേഞ്ച് ചെയ്ത് നോക്കാം. സോ പ്ലസ് വരുന്നിടത്ത് മൈനസ് ആവണം. സോ 5 - 3 × 8, ഇൻറ്റുവിന് വ്യത്യാസമില്ല, മൈനസ് വരുന്നിടത്ത് പ്ലസ് ആവുക, +12 ഡിവൈഡഡ് ബൈ 4 = നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്ന സാഹചര്യത്തിൽ ബോഡ്മാസ് റൂൾ വേണം ഉപയോഗിക്കാൻ. ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് വേണം ആദ്യം ചെയ്യാനായിട്ട്? ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് ഇവിടെ ഉള്ളത്. കാരണം ബ്രാക്കറ്റും ഇല്ല, ഓഫും ഇല്ല. സോ ഫസ്റ്റ് ഡിവിഷൻ 12 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. എന്താണ്? -3 - 3 × 8. -3 × 8 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -24 കിട്ടും. -24 + 3 5 സോ അഡീഷൻ നോക്കണം. അപ്പൊ എന്താണ്? -24 + 3 -24 + 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -24 + 3 എന്ന് പറയുമ്പോൾ -21 കിട്ടും. 5 - 21 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു -16 എന്ന് വരും. സോ 3 കിട്ടുന്നില്ല. അപ്പൊ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. സോ ഓപ്ഷൻ എ അല്ല അവിടുത്തെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. അതായത് എന്താ പറയാ, മൈനസും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പം പ്ലസ് അതേപടി തന്നെ കിടക്കും. സോ 5 + 3 × 8, മൈനസിന് പകരം ഡിവിഷൻ, ഡിവൈഡഡ് ബൈ 12, ഡിവിഷന് പകരം -4 = അപ്പൊ നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ നോക്കുക. 5 + 3 × 8/12 -4. 8/12 എന്ത് വരും? 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 2 ആകും, ഇത് 3 ആകും. ഈ 3നെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 5 + 2 -4. 5 + 2 7, 7 - 4 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. സോ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ ബിയിൽ എന്താണ്? ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് ബാക്കിയുള്ള 2 ഓപ്ഷൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അത് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ ആൻസറും വരാമല്ലോ. സോ നമുക്ക് അത് കിട്ടുമോ എന്ന് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത പറയുന്ന പ്ലസും ഇൻറ്റുവും മാറ്റി കൊടുക്കാം. സോ നമ്മൾ നോക്കിയേ, 5 പ്ലസിന് പകരം ഇൻറ്റു, 5 × 3, ഇൻറ്റുവിന് പകരം +8 -12 ഡിവൈഡഡ് ബൈ 4 = ആദ്യം ചെയ്യേണ്ട ഡിവിഷൻ ആണ്. 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടി. പിന്നെ വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 × 3 എന്ന് പറയുമ്പോൾ 15 കിട്ടി. സോ യു വിൽ ഗെറ്റിംഗ് 15 + 8 - 3.
15 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 23 മൈനസ് 3 എന്ന് പറയുമ്പോൾ 20 കിട്ടും. സോ നമുക്ക് വേണ്ട എന്താണ് 3 ആണ് കിട്ടേണ്ടത്. സോ ഓപ്ഷൻ നമ്പർ സിയിലും ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഇതേ രീതിയിൽ നമ്മൾ ഓപ്ഷൻ നമ്പർ ഡിയിൽ കൊടുത്താലും ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? സോ ഒരു സംഖ്യയുടെ ലസാഗു അഥവാ LCM എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. HCF എന്ന് പറയുന്നത് നമുക്ക് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് സംഖ്യയിൽ ഒരു സംഖ്യ 12 ആണ്. സോ ബേസിക്കലി LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. അതായത് 60 ഇൻറ്റു 3 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് 12 ഇൻറ്റു അടുത്ത നമ്പർ അറിയത്തില്ലാത്ത എക്സ് എന്ന് കൊടുത്താൽ 60നെയും 12നെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 5 കിട്ടും. 3 15. സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ സ്ക്വയർ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12. സോ നമ്മൾ ഇവിടെ എ ആയിട്ട് 15നെയും ബി ആയിട്ട് 12നെയും അസ്യൂം ചെയ്താൽ നമുക്ക് ഈ സ്ക്വയർ റൂട്ടിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. വാട്ട് ഈസ് ദിസ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഈക്വൽ ടു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. സോ എയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? 15. ബിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? 12 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. The square root of square equal to അത് തന്നെ വരും. So it is equal to the square root of 3 square, that is equal to 3. Correct? So അങ്ങനെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും ഇവിടെ ഉത്തരവായിട്ട് വരിക. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലി ആയാൽ പാലിന്റെ അളവ് എത്ര? സോ നമ്മൾ ആ മിക്സ്ചർ നോക്കുമ്പോൾ വാട്ടർ ഈസ് ടു മിൽക്ക് എന്ന് പറയുന്നത് 4:5 ആണ്. വാട്ടർ ഈസ് ടു മിൽക്ക് എന്ന് പറയുന്നത് 4:5 ആണ്. ഈ 4 റേഷ്യോയിൽ വരുന്ന മിൽക്ക് എന്ന് പറയുന്നത് 80 മില്ലി ഉണ്ട്. 4 റേഷ്യോയിൽ വരുന്ന വെള്ളം എന്ന് പറയുന്നത് 80 മില്ലി ഉണ്ട്. അങ്ങനെയാണ് പാൽ എത്ര കാണും? 4ന്റെ 20 മടങ്ങ് 4 ഇൻറ്റു 20 ആണ് 80 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ് വരുന്ന വെള്ളം 80 വരുന്നുണ്ടെങ്കിൽ 5 യൂണിറ്റ് വരുന്ന പാൽ എന്ന് പറയുന്നത് 5 ഇൻറ്റു 20 100 മില്ലി ആയിരിക്കും. ഓപ്ഷൻ നമ്പർ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ നമ്പർ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഡൺ. അടുത്ത ചോദ്യം, ബ്രാക്കറ്റ് 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് 10 മൈനസ് 2. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതും ബോഡ്മാസ് റൂൾ വെച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷെ ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനുള്ളിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് കുറെ ബ്രാക്കറ്റ് ഉണ്ട്. ഒരു കോമൺ ബ്രാക്കറ്റ് ഉണ്ട്, അതിനുള്ളിൽ 2 ചെറിയ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റുകളെ നമുക്ക് ഓപ്പൺ ചെയ്യണം. 32 ഇൻറ്റു 10 ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 32 ഇൻറ്റു 10 എന്ത് കിട്ടും? 320. 32 ഇൻറ്റു 10 320 കിട്ടും. 10 മൈനസ് 2 എന്ന് പറയുമ്പോൾ 8 കിട്ടും. സോ 2 ബ്രാക്കറ്റും സിംപ്ലിഫൈ ചെയ്തു. സോ 320 ഡിവൈഡഡ് ബൈ 8 ഒരു ബ്രാക്കറ്റ് ഉണ്ട്. സോ 320 ഡിവൈഡഡ് ബൈ 8 എന്ത് കിട്ടും? 4 32 ഈക്വൽ ടു 40. സോ ദെൻ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇതിൽ നിന്ന് നമ്മൾ 20 കുറയ്ക്കണം. അപ്പൊ ഈ 40ൽ നിന്ന് പിന്നീട് എന്ത് കുറയ്ക്കണം? 20 കുറയ്ക്കണം. 40ൽ നിന്ന് 20 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സോ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം? 20 കുറയ്ക്കണം. അതിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ നമുക്ക് 20 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാവും. അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെന്ന് പറയുന്നത് വളരെ കൂടിപ്പോൾ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ളവർ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.